നമസ്കാരം പ്രിയമുള്ളവർ, എല്ലാവർക്കും ഒരിക്കൽ കൂടി മീഡിയ പ്ലസിലേക്ക് ഹാർദമായ സ്വാഗതം. പശ്ചിമേഷ്യ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഹൂതികളുടെ പ്രധാനമന്ത്രി അഹമ്മദ് റഹാബി ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ടു എന്നതുമായി ബന്ധപ്പെട്ടാണ്. മറ്റൊരു ആക്രമണം വരുന്നത് അബ്ദുൽ മാലി അൽ ഹൂദിയുടെ പ്രസംഗം കേൾക്കുവാനിരുന്ന 10 ഹൂതി പ്രമുഖ മന്ത്രിമാർക്കു നേരെയും ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭിക്കാനിരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും പ്രധാനമന്ത്രി അഹമ്മദ് റഹാബി ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ടു എന്ന് സ്ഥിരീകരിക്കപ്പെടുകയാണ്. യമനി പത്രങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ കൊടുക്കുന്നു, യമന്റെ TV അങ്ങനെ സംപ്രേഷണം ചെയ്യുന്നു എന്നാണ് അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ വിശകലനം ചെയ്തത്. പക്ഷേ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഇതിനൊരു സ്ഥിരീകരണം ലഭിക്കുന്നില്ല. ഒരിക്കലും ഇസ്രായേൽ അങ്ങനെ പറയാറില്ല. കുറച്ച് കഴിഞ്ഞിട്ട് ഇസ്രായേൽ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ പുറത്തുവിടാറുള്ളൂ. നേരത്തെ നമ്മൾ പറഞ്ഞതിൽ നിന്ന് വിപരീതമായി ഇസ്രായേലിന്റെ ശക്തമായ പ്രഹരം യമനിലും ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് വാസ്തവം. കാരണം യമനിൽ ഇസ്രായേലിന്റെ ചാരശൃംഖല എങ്ങനെ പ്രാവർത്തികമാകും എന്ന കാര്യത്തിൽ സംശയമായിരുന്നു. കാരണം യമന്റെ ഒരു പ്രകൃതി, ഭൂപ്രകൃതിയൊക്കെ ലബനേക്കാളും ഇറാനേക്കാളും ഒക്കെ വ്യത്യസ്തമാണ്. പർവ്വതങ്ങളും അങ്ങനെയുള്ള പർവ്വതമടക്കുകളും ഉള്ള ഒരു പ്രദേശത്ത് ഇസ്രായേലിന് എങ്ങനെ കൃത്യമായി ഓപ്പറേഷൻ ചെയ്യാൻ പറ്റും എന്ന കാര്യത്തിലൊക്കെ സംശയമുണ്ടായിരുന്നു. പക്ഷേ അതും സ്ഥിരീകരിക്കപ്പെടുകയാണ്. ഇസ്രായേൽ വളരെ കൃത്യമായി തന്നെ യമന്റെ നേതൃത്വത്തെയും അല്ലെങ്കിൽ ഹൂതികളുടെ നേതൃത്വത്തെയും ലക്ഷ്യമാക്കി ആക്രമിച്ചു കൊല ചെയ്യപ്പെടുത്തുന്നു എന്ന വാർത്തയാണ് ഈ അവസരത്തിൽ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത്. അതായത് മൊസാദ് പോലെയുള്ള ചാര സംഘടനകളുടെ വലിയൊരു അഡ്വാൻറ്റേജ് ഇസ്രായേലിന് ഈ യുദ്ധത്തിൽ ലഭിക്കുന്നുണ്ട് എന്ന് തന്നെ വാസ്തവം. അത്രമേൽ പ്രകൃതി കൊണ്ട് പ്രതികൂലമായ യമനിൽ വരെ ഒരുപക്ഷെ ഇസ്രായേലിന്റെ ചാരശൃംഖലകൾ ചെന്നെത്തുന്നിട്ടുണ്ട്. അതൊരു പക്ഷേ ടെക്നോളജി കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവിടെ കടന്നു ചെന്നിട്ടുള്ള ഈ അവസരങ്ങളിൽ തന്നെ അവിടെ എത്തിയിട്ടുള്ള മൊസാദ് പോലെയുള്ള ചാര സംഘടനകളുടെ പ്രവർത്തകർ നൽകുന്ന, സൈന്യത്തിന് നൽകുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ടായിരിക്കാം. നേരത്തെ ഇറാനിലുമൊക്കെ സമാനമായ സംഗതികളാണ് ഉണ്ടായിരുന്നത്. അവിടുത്തെ പ്രധാനപ്പെട്ട സൈനിക ഉദ്യോഗസ്ഥന്മാരുടെയും ആണവശാസ്ത്രകാരന്മാരുടെയും ഒക്കെ ഭവനങ്ങൾ അത് കൃത്യമായി മനസ്സിലാക്കുവാൻ നേരത്തെ തന്നെ അവിടെ എത്തിയിരുന്ന ഇസ്രായേലിന്റെ ചാര സംഘടന പ്രവർത്തകർ കഴിഞ്ഞിരുന്നു. മാത്രമല്ല ഇറാന്റെ അകത്ത് തന്നെ അവർക്ക് ഒരു ഡ്രോൺ ഓപ്പറേഷൻ കേന്ദ്രമുണ്ടായിരുന്നു. അതുപയോഗിച്ച് ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തതിന് ശേഷമാണ് ഇസ്രായേൽ ഇറാനെതിരെ ആക്രമണം നടത്തിയത്. മാത്രമല്ല നേരത്തെ അഫ്ഗാനിസ്ഥാനിൽ ആഭ്യന്തര പ്രശ്നമുണ്ടായപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഇറാനിൽ അഭയാർത്ഥികളായി എത്തിയ ആളുകളെ കൊണ്ട് ഇസ്രായേലിന് വേണ്ടി ചാരപ്രവൃത്തി ചെയ്യിക്കുവാൻ തക്കവണ്ണം ഇറാന് കഴിഞ്ഞിരുന്നു. അങ്ങനെ ഒരുപാട് പേർ ഇറാനകത്ത് കടന്നു കയറി ഇസ്രായേലിന് വേണ്ടി ചാരപ്രവൃത്തി ചെയ്തു. ഇപ്പോൾ ഇറാൻ അവരെയൊക്കെ കണ്ടെത്തി അവരെയൊക്കെ പിടിച്ച് തടവിലാക്കുകയും വധശിക്ഷയ്ക്ക് വിധിക്കുകയും ഒക്കെ ചെയ്യുന്ന സംഗതികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇതേ സംഭവം തന്നെ ഇപ്പോൾ യമനിലും സംഭവിക്കുന്നു എന്ന രീതിയിൽ തന്നെയാണ് വാർത്തകൾ പുറത്തു വരുന്നത്. പക്ഷേ യമൻ കൂടി കുറച്ചുകൂടെ വ്യത്യസ്തമുണ്ട്. യമൻ ഒരു പ്രോക്സി ഗ്രൂപ്പ് എന്ന രീതിയിൽ ഇറാന്റെ ഭാഗത്ത് നിന്ന് ആയുധങ്ങൾ കിട്ടുന്ന ഒരു ഗ്രൂപ്പ് എന്ന രീതിയിൽ കുറച്ചുകൂടി ആസൂത്രിതമായി തന്നെ ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തുന്ന ഒരു ഗ്രൂപ്പായിരുന്നു. ഹിസ്ബുള്ളയും ഹമാസിനെയും പോലെയല്ല. പ്രത്യേകിച്ചും ചെങ്കടലിൽ നിന്ന് ഇസ്രായേലിലേക്ക് വരുന്ന കപ്പലുകളെയായിരുന്നു അവർ ലക്ഷ്യമാക്കുന്നത്. മിക്കപ്പോഴും ഇസ്രായേലിലേക്ക് സാധന സാമഗ്രികൾ അല്ലെങ്കിൽ ഫാക്ടറികളിലേക്ക് വേണ്ടി വരുന്ന അസംസ്കൃത സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്ന, ഭക്ഷണ സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്ന കപ്പലുകളെയായിരുന്നു ഹൂതികൾ ആക്രമിച്ചുകൊണ്ടിരുന്നത്, ഉപരോധിച്ചുകൊണ്ടിരുന്നത്. അത് ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കിയത്. കാരണം ഇസ്രായേലിലെ സാധനങ്ങളുടെ വില, ഈ കപ്പലുകൾ വേറെ മാർഗത്തോടുകൂടി ഇസ്രായേലിൽ വരേണ്ട ഒരു മാർഗം സ്വീകരിക്കേണ്ടി വന്നത് കൊണ്ട് തന്നെ വളരെയധികം കൂടിയിരുന്നു. അത് ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കിയിരുന്നു. മാത്രമല്ല ഇസ്രായേലിന്റെ പല തുറമുഖങ്ങളും ഈ ഹൂതികളുടെ നിരന്തരമായിട്ടുള്ള ആക്രമണങ്ങൾ കൊണ്ട് അടച്ചിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. എയർപോർട്ടുകൾ അടച്ചിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇസ്രായേലിന് വളരെ വലിയ പ്രഹരമാണ് ഹൂതികൾ ഏൽപ്പിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഒരു നിഗമനം ഉണ്ടായിരുന്നു, ഇസ്രായേലിന് വളരെ ആസൂത്രിതമായി യമനെ ആക്രമിക്കുവാൻ കഴിയില്ല, ഹൂതികളെ ആക്രമിക്കുവാൻ കഴിയില്ല. കാരണം അവരുടെ ഭൂപ്രകൃതി അങ്ങനെയാണ്. അവർ പർവ്വതങ്ങളിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഒളിച്ചിരിക്കുന്നത്. അതുകൊണ്ടൊന്നും അത്ര കൃത്യമായ ആസൂത്രണം നടത്തി ആക്രമിക്കുവാൻ കഴിയില്ല എന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ ഹിസ്ബുള്ളയുടെ നേതാക്കന്മാരെ ഒക്കെ വാക്കി ടോക്കി സ്ഫോടനം നടത്തി വധിച്ചതുപോലെയോ ഇറാന്റെ അകത്ത് കയറി ഹമാസ് നേതാക്കന്മാരെ വധിച്ചതുപോലെയോ കഴിയില്ല എന്നൊരു നിഗമനം ഉണ്ടായിരുന്നു. പക്ഷേ വളരെ കൃത്യമായിട്ട് ഇപ്പോൾ ഇസ്രായേൽ ഹൂതികളുടെ നേതാക്കന്മാരെയും ടാർഗറ്റ് ചെയ്ത് വധിച്ചിരിക്കുന്നു എന്ന വാർത്ത വളരെ പ്രാധാന്യത്തോടെ തന്നെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. തൽക്കാലം ഈ വീഡിയോയുമായി ഇവിടെ വാങ്ങുന്നു. മറ്റു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.